ഓൺ റെക്കോർഡിൽ ഇപ്രാവശ്യം ആർ ശ്രീലേഖ IG, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, 24 വർഷമായി കേരളത്തിലെ പോലീസ് സേവനം നടത്തുന്ന വ്യക്തി, എല്ലാവർക്കും അറിയാം. ഗ്രന്ഥകാരി, അടിമുടി തിരുവനന്തപുരത്തുകാരി എന്ന് എല്ലാവരും കരുതുന്ന വ്യക്തി. അച്ഛൻ N. വേലായുധൻ നായർ, അദ്ദേഹം ഇപ്പോൾ ഇല്ല. രാധമ്മയാണ് ആർ ശ്രീലേഖയുടെ ആറിൻ്റെ പിന്നിൽ. ഈ ചരിത്രം, ഇത്രയും കാലത്തെ ചരിത്രം ശ്രീലേഖയിലൂടെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ശ്രീലേഖ, വളരെ നന്ദി ഇതിൽ പങ്കെടുക്കാൻ തയ്യാറായതിന്. വളരെ സന്തോഷം വരാൻ പറ്റിയതിൽ. ആദ്യമായിട്ടാണ് ഒരു ഉന്നത തലത്തിലിരിക്കുന്ന ഒരു വനിതാ പോലീസുകാരിയുമായി ഇങ്ങനെ ഒരു സംഭാഷണം സാധ്യമാകുന്നത്. എന്ത് തരം ചെറുപ്പകാലമായിരുന്നു? വളരെ കഷ്ടപ്പാടുള്ള ഒരു ചെറുപ്പകാലമായിരുന്നു. അതായത് അച്ഛൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് കുഴപ്പമില്ല, ഒരു നോർമൽ ചൈൽഡ്ഹുഡ് എന്ന് വേണമെങ്കിൽ പറയാം. അച്ഛനൊരു കോളേജ് പ്രൊഫസർ, അമ്മയ്ക്ക് ജോലിയില്ല. ഞാൻ മൂന്നാമത്തെ പെൺകുട്ടിയാവുമ്പോൾ സാധാരണ എല്ലാം കുട്ടിക്കാലം മുതൽ 2 പ്രാവശ്യം ഉപയോഗിച്ച സാധനങ്ങളാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. മൂത്ത ചേച്ചി ഉപയോഗിച്ച അല്ല വേഷം ബ്രഷൊന്നും, ടൂത്ത് ബ്രഷിന്റെ കാര്യം എനിക്ക് ഓർമ്മയില്ല, കാരണം ഉമ്മിക്കരി ഇട്ട് പല്ല് തേച്ചായിരുന്നു. അത്രയ്ക്ക് പഴയത്. അച്ഛൻ യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. പക്ഷേ അച്ഛൻ ആദ്യം കുറച്ച് നാൾ ആർമിയിലുണ്ടായിരുന്നു അച്ഛൻ. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻഡോ പാക് വാറിലാണെന്ന് തോന്നുന്നു, അത് വെടിയേറ്റിട്ട് അദ്ദേഹം വോളണ്ടറി റിട്ടയർമെൻറ്റോ അത് കഴിഞ്ഞ സർവീസ് കഴിഞ്ഞിട്ടാണോ എന്നറിയില്ല, തിരിച്ച് വന്നതാണ്. എന്നിട്ട് ഹിസ്റ്ററി ഓണേഴ്സ് എടുത്ത് പഠിച്ച് സ്വർണ്ണ മെഡലൊക്കെ കിട്ടി. അങ്ങനെ മിടുക്കനായിരുന്നു അച്ഛനായിട്ട്. കോളേജിൽ അപ്പം തന്നെ കയറി കോളേജ് പ്രൊഫസർ, ഹിസ്റ്ററി പ്രൊഫസറായിരുന്നു, യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. പക്ഷെ ഞാൻ കുട്ടിക്കാലത്തൊക്കെ അച്ഛൻ എപ്പോഴും പല സ്ഥലത്ത്. അതെ, 4 കുട്ടികളാണ്. ഗീത, ശ്രീകല, ശ്രീലേഖ, സുനിൽ. അതെ അല്ലേ? അതെ അതെ, അനുജൻ. അതെ. നിങ്ങൾ തമ്മിലുള്ള പ്രായ വ്യത്യാസം എന്താണ്? മൂത്ത ചേച്ചി എന്നെക്കാളും 4 വയസ്സിന് മൂത്തത്, രണ്ടാമത്തെ ചേച്ചി 3 വയസ്സിന് മൂത്തത്, അനിയൻ എന്നെക്കാളും 10 വയസ്സിന് ഇളയത്. അവർ കൊതിച്ചിരുന്നുണ്ടായ ഒരു ആൺതരി എന്ന് പറയാൻ വേണമെങ്കിൽ. പക്ഷെ അവൻ 5 വയസ്സായപ്പോൾ അച്ഛൻ മരിച്ചു. അപ്പോൾ എനിക്ക് 16 വയസ്സ്. 16 വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടു. അപ്പോഴാണോ ഈ ബുദ്ധിമുട്ടുകൾ കൂടുതൽ അനുഭവിച്ചതെന്ന്? അതെ അതെ അതെ, അത് ബുദ്ധിമുട്ടുകൾ കൂടുതലെന്ന് പറഞ്ഞാൽ കിട്ടേണ്ടിടത്തു നിന്നുള്ള പല, കുടുംബം എന്ന് പറഞ്ഞാൽ വലിയ കുടുംബമാണ്. അച്ഛൻ്റെ കുടുംബവും വലുതാണ്, അമ്മയുടെ കുടുംബവും വലുതാണ്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഗൃഹനാഥൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പലപ്പോഴും ജോലിയില്ലാത്ത സ്ത്രീയും കുട്ടികളും, പറക്കാൻ മുറ്റാത്ത കുട്ടികൾ, അവരൊക്കെ ഒരു ബാധ്യതയായി മാറും കുടുംബത്തിന്, വലിയ കുടുംബത്തിന്. അപ്പോൾ അതുകൊണ്ട് ചേച്ചി ഗീതയ്ക്ക് എന്ത് പ്രായം ഉണ്ടായിരുന്നു? മെഡിക്കൽ കോളേജിൽ ചേർത്തിരുന്ന സമയമായിരുന്നു. അച്ഛൻ അന്ന് ചേർക്കാൻ കൊണ്ടുപോയി അന്നത്തെ ദിവസമാണ് മരിക്കുന്നത്. അഡ്മിറ്റ് ചെയ്ത ആ ദിവസമാണ് അച്ഛൻ കാർഡിയാക് അറസ്റ്റ് വന്ന് അവിടെ ഇരുന്ന് മരിക്കുന്നത്, ഹോസ്പിറ്റലിൽ ചേച്ചിയെ ചേർക്കുന്ന സമയത്ത്. പിന്നീടുള്ള അനുഭവം പറയും. അത് കഴിഞ്ഞ് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അമ്മൂമ്മയുടെ കുടുംബ വീട്ടിലേക്ക് പോയെങ്കിൽ ഒരു പരിഗണന കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു 4-5 വർഷത്തോളം ഞങ്ങൾ അവിടെ ആ വീട്ടിൽ താമസിച്ചു. പക്ഷെ എന്നാലും തിരിച്ചു വരണം എന്നുള്ള ഒരു ചിന്തയായിരുന്നു മനസ്സിൽ. അങ്ങനെ ചേച്ചിക്ക് നിങ്ങൾ നിരാകരിക്കപ്പെട്ടതല്ല, പലതും വേണ്ട പോലെ കിട്ടിയില്ല. ഞങ്ങൾക്ക് ഒരു സാമ്പത്തിക പിന്തുണ അല്ല, ഞങ്ങൾക്ക് സാമ്പത്തികമല്ല, അത് പട്ടിണി കിടക്കാൻ വരെ ഞങ്ങൾ തയ്യാറായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടത് ഇമോഷണൽ സപ്പോർട്ടായിരുന്നു. ഞങ്ങളുടെ പ്രായത്തെ എന്നെക്കാളും വളരെ ചെറുപ്പമുള്ള വീട്ടിലെ കുടുംബത്തിലുള്ള പെൺകുട്ടികളുടെയൊക്കെ കല്യാണം വളരെ നന്നായിട്ട് നടക്കുന്നു. എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ളവരുടെ വളരെ നോർമലായിട്ട് നടക്കുന്നു. ഞങ്ങളുടെ മാത്രം ഒന്നും ശരിയാവുന്നില്ല. അതായത് പഠിത്തത്തിന് ഫീസിന് വേണ്ടിയിട്ട് ഞങ്ങൾ കഷ്ടപ്പെടുന്നു. ചേച്ചിമാർ സ്കോളർഷിപ്പിന് വേണ്ടി ഓടുന്നു, എനിക്കും സ്കോളർഷിപ്പിന് വേണ്ടി ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നു. ഭാഗ്യത്തിന് എന്ത് പറഞ്ഞാലും ഞങ്ങൾ പഠിക്കാൻ മിടുക്കരായതുകൊണ്ട് അതിനൊരു പ്രോബ്ലം ഉണ്ടായില്ല, ഫീസിൻ്റെ കാര്യത്തിലോ സ്കോളർഷിപ്പിൻ്റെ കാര്യത്തിലോ. പക്ഷേ ഒരു പുസ്തകം വേണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല രീതിയിൽ ഒരു ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അതൊന്നും കിട്ടാത്ത ഒരു സാഹചര്യം. അങ്ങനല്ല, അത് എന്ത് സാഹചര്യം എനിക്കറിയില്ല. പക്ഷേ പെട്ടെന്ന്, അതായത് there was a change. ഞാൻ കുട്ടിയായിരിക്കുന്നതിന്, അതായത് ആ സമയത്തിന് മുമ്പും 16 വയസ്സിന് മുമ്പും ഞാൻ ആ തറവാട് വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോഴത്തെ ആ ഒരു ആർഭാടം എന്ന് പറയുന്നത് പെട്ടെന്ന് ഞങ്ങൾ ചെന്നപ്പോൾ അത് ഇല്ലാതായി. മനസ്സിലായോ? അത് എങ്ങനെ അത് പറയണം എന്നറിയില്ല. വേണ്ടാത്ത അതിഥികളായി അവിടെ. അതെ അതെ അതെ, എക്സാക്ട്ലി. പെട്ടെന്ന് ഞങ്ങൾ ചെറിയൊരു ഉദാഹരണം പറയാം. അതായത് തറവാട് വീടിന്റെ ഒരു ഔട്ട് ഹൗസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു കെട്ടിടമുണ്ട്. അമ്മയും 4 പിള്ളേരും, കൊച്ചു പിള്ളേരും അവിടെ രാത്രി കിടന്ന് ഞങ്ങൾ ഷട്ടർ വെളിയിൽ നിന്ന് അങ്ങ് അടയ്ക്കും. വരാന്തയിൽ ഒരു ഷട്ടറായിരുന്നു. ആ ഷട്ടർ അടച്ചിട്ട് പൂട്ടിട്ടിട്ട്, പൂട്ട് വെളിയിൽ നിന്ന് പൂട്ടിയിട്ട് വെളിയിൽ പട്ടികളെ ഇറക്കി വിടും.
അപ്പം ഒരു പ്രായമായ ഒരു സ്ത്രീ 44 വയസ്സുള്ള ആയിരിക്കും, എനിക്കറിയില്ല. പക്ഷേ ദിസ് ഓൾ ഗീവ്സ് എ സോർട്ട് ഓഫ് നെഗറ്റീവ് ഇംപ്രഷൻ ടു ഞങ്ങളുടെ മനസ്സിൽ എന്തുമാത്രം ആഘാതം ഉണ്ടാക്കുന്ന ചിന്തിക്കണം. എൻ്റെ ചേച്ചിമാരും മെഡിക്കൽ കോളേജിലായിരുന്നു. സെക്കൻഡ് സിസ്റ്ററും മെഡിക്കൽ കോളേജിൽ പോയി സെക്കൻഡ് ഇയർ. അത് കഴിഞ്ഞ ഉടനെ മൂത്ത ചേച്ചി കഴിഞ്ഞ ഉടനെ തന്നെ. അപ്പോൾ അവർ രണ്ടുപേരും ഹോസ്റ്റലിലേക്ക് മാറി കുറച്ച് കഴിഞ്ഞ്. ഞാനും അനിയനും അമ്മയും മാത്രമായി. അപ്പോൾ അമ്മ എപ്പോഴും മെയിൻ ബിൽഡിങ്ങിൻ്റെ അടുക്കള ഭാഗത്തായിരിക്കും അമ്മ എപ്പോഴും കാണുക. ഞാൻ സ്കൂളിൽ പോകും, കോളേജിൽ പോകും, പഠിച്ചിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഞാനും അനിയനും ഒറ്റയ്ക്കായി പോകും. അപ്പം അങ്ങനെയുള്ള ഒരു ഈ തറവാട് വീട് എവിടെ തന്നെയായിരുന്നു? തക്കാട്. യെസ്, ഇവിടെ അല്ലേ? അതെ. പറയൂ. എന്നിട്ട് ഇതിന്റെ എനിക്ക് ഒരു അസുഖം വന്നു, ചിക്കൻ പോക്സ്. കരഞ്ഞിട്ടുണ്ടോ ഈ കാലഘട്ടത്തിൽ? ഒരുപാട്. അയ്യോ, അമ്മയുടെ വേദന കണ്ടിട്ട് പലതും കണ്ടിട്ട് അമ്മയുടെ വിഷമം ഉണ്ടായിരുന്നു, പലതും ഉണ്ടായിരുന്നു. ഇതൊന്നും പറയുന്ന ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ അത് പറയുന്നത് ശരിയാണോ എന്നറിയില്ല. വളരെ പുച്ഛത്തോടു കൂടി എന്നെ കണ്ടിരുന്നു അന്ന്. കാരണം ചേച്ചിമാരെ, അതെ, കൊച്ചുകുട്ടിയായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് മെഡിസിനും ഒന്നും കിട്ടാതെ ഞാൻ ലിറ്ററേച്ചർ എടുത്തു. അപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുന്ന എന്നെ, ഇംഗ്ലീഷ് അല്ലേ, അപ്പം എന്താകും, അവസാനം ഒരു ടീച്ചർ ആവുമായിരിക്കും. അപ്പം ഡോക്ടർ അമ്മമാരാണ് ചേച്ചിമാർ രണ്ടുപേരും, ഡോക്ടറാണ്. അപ്പോൾ അവരെ കൊണ്ട് വലിയ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഡോക്ടർമാർക്ക് കുറച്ചും കൂടെ പ്രാധാന്യമുണ്ട്. സമയത്ത് ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് വലുതായിട്ടില്ല. അപ്പോൾ ആ ഒരു പരിഗണന കിട്ടിയപ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നിയിട്ട് എഫക്റ്റഡ് മീ മച്ച് മോർ. ഇവിടെ കോട്ടണിൽ പഠിച്ചു, പിന്നീട് വിമൻസ് കോളേജിൽ ഇംഗ്ലീഷ് ആംഗല സാഹിത്യം പ്രീ ഡിഗ്രി, അതായത് വിമൻസ് കോളേജിൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നതും ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറുന്നതും. അപ്പം നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ. ഒരിക്കലും ആരുടെ നിന്ന് ഒരു പൈസ ചിലവാക്കേണ്ടി വന്നില്ല. നടന്ന് കോളേജിൽ പോവും, നടന്ന് തിരിച്ചു വരും. ഉച്ചയ്ക്ക് എന്താ രാവിലത്തെ ഭക്ഷണത്തിൻ്റെ കുറച്ച് പൊതിഞ്ഞ് കൊണ്ടുപോകും, അത് ഉച്ചയ്ക്ക് കഴിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ജീവിത രീതി. പക്ഷേ എന്തൊക്കെയോ പലയിടത്തുനിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്ന ഇമ്മീഡിയറ്റ് അല്ലാതെ വലിയ കുടുംബത്തിലുള്ള അമ്മയുടെ ഒരു വലിയ കുടുംബം, കോവിലുള്ള കുടുംബം എന്ന് പറഞ്ഞ കുടുംബത്തിലുള്ള പലരും ആ സമയത്ത് ചില കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി സാരി കൊണ്ടു തന്നിട്ടുണ്ട്. ഓണമാകുമ്പോൾ സാരി കൊണ്ടുതരും, സിനിമയ്ക്ക് കൊണ്ടുപോകാൻ അതിൻ്റെ പേരിൽ. അത് സിനിമയ്ക്ക് പോകാനായിട്ട് ചിലപ്പോൾ എല്ലാവരും കൂടെ പോകുമ്പോൾ വിളിക്കും, ചിലപ്പോൾ കന്യാകുമാരി എല്ലാവരും കൂടെ പോകുമ്പോൾ കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനെയൊക്കെ ഉണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇറ്റ് ഹേർട്ട് us ബിക്കോസ് പഴയ പരിഗണന അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ കിട്ടിയിരുന്ന ഇറ്റ് ഡസൻറ്റ് മച്ച്. ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ വലുതായിട്ടില്ല. കാരണം അത് പാച്ചപ്പ് ചെയ്തു കുറേയൊക്കെ. നമ്മളൊരു പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു IPS ആയി വന്നതിന് ശേഷം എനിക്ക് അവർ പണ്ടത്തെ കിട്ടാതിരുന്ന സ്നേഹത്തിനേക്കാളും അതൊക്കെ കൂടെ ചേർത്ത് പലിശ സഹിതമുള്ള സ്നേഹം ഇപ്പം തരുന്നുണ്ട്. ഇപ്പോഴും തരുന്നുണ്ട്. ഇപ്പം തരുന്നുണ്ട്, പണ്ട് കിട്ടാതിരുന്നത്. അതാണ് IPSന്റെ ശക്തി. എന്തുതരം വിദ്യാർത്ഥിയായിരുന്നു? തീർച്ചയായിട്ടും നല്ല വിദ്യാർത്ഥി. അയ്യോ, അല്ലല്ല, ഞാൻ നല്ല വിദ്യാർത്ഥിനിയേ ആയിരുന്നില്ല. ഒരുപാട് തല്ലുകൊണ്ടിട്ടുണ്ട് ടീച്ചർമാരുടെ. ബിക്കോസ് കണക്കിന് ഞാൻ വളരെ മോശമാണ് ഇപ്പോഴും. അതെ, RBI ഓഫീസറായി ഞാൻ. എന്നിട്ടും ഇതാണ് ഇതൊരു RBIയുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം. അതല്ല, കാരണം ഞാൻ ബാങ്കിലെ ഒരുപാട് പരീക്ഷ ഞാൻ എഴുതിയിട്ടുണ്ട്. ബാങ്ക് ക്ലറിക്കൽ പോസ്റ്റിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട്, പ്രൊബേഷണറി ഓഫീസർ പോസ്റ്റിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം അതിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഒരു ഭാഗമായിരുന്നു, ടെസ്റ്റിൻ്റെ ഒരു ഭാഗമായിരുന്നു. എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഒരുപാട് പരീക്ഷ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ RBIയുടെ പരീക്ഷ, ഈ ഓഫീസർ ഗ്രേഡ് B എന്നുള്ള പരീക്ഷ, ഇറ്റ് വാസ് എ ഡിസ്ക്രിപ്റ്റീവ് എക്സാം. അതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൊരു ചെറിയ പോർഷൻ. ഐ ഗോട്ട് ത്രൂ. സിമിലർലി സിവിൽ സർവീസ് എക്സാമിനേഷനും പ്രിലിമിനറിക്കും മെയിനിനും സ്റ്റാറ്റിസ്റ്റിക്സ് ആ ഒരു പേപ്പർ ഉള്ളത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ഈസി ഫോർ മീ. എനിക്ക് ക്വാണ്ടിറ്റേറ്റീവ് മാത്സ് ആണ് അറിയാത്തത്. ക്വാണ്ടിറ്റേറ്റീവ് മാത്സ് ഇപ്പോൾ ഒരു കണക്കിൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് വിരലുകൾ വേണം. ഇപ്പോൾ 10 കൂടുതലാണെങ്കിൽ കാലിലെ വിരലോ അല്ലെങ്കിൽ എഴുതുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. മനസ്സിൽ എനിക്ക് പറ്റത്തില്ല. ഇറ്റ്സ് സോർട്ട് ഓഫ് മെൻ്റൽ ബ്ലോക്ക്. എനിക്ക് കാരണവും അറിയാം. കാരണം പണ്ട് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പം 6ാമത്തെ പട്ടിക തെറ്റിച്ചതിന് ടീച്ചർ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. കല്യാൺ സാരി പട്ടിന്റെ തലസ്ഥാനം കോയമ്പത്തൂർ, തൃശൂർ, കോഴിക്കോട്, തിരുവനന്തപുരം. What do you want in your laptop? Lightweight. And a long battery life. What more do you want? What more Style. do you want from me? What more do you want? And safety. What more?
the brightest screen, and a slim profile. You want the best of everything. That's why we put our years of expertise in flat panel, mobile and computing technology to create a laptop that's just perfect. Samsung laptops, powered by Intel Core processor family. പുതുവർഷത്തിലെ പുതിയ നിക്ഷേപ സാധ്യതകൾ. ഉപഭോക്താക്കൾക്കായി പുത്തൻ ഓഫറുകളും ലോണുകളുമായി ബാങ്കുകൾ. കാണുക സിറ്റി ടൈം ഇന്ന് രാത്രി 8:30 ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിൽ. ലൂണാർ സിറ്റി ടൈം സമർപ്പിക്കുന്നത് ലൂണാർ. ചുവടുവയ്ക്കൂ ലൂണാർസിന്റെ പുത്തൻ ട്രെൻഡി ഡിസൈനുകൾക്കൊപ്പം. ഫോക്സ് വാഗൺ. Real recipe, real taste, real fried chicken. Chicken. ഗ്രേറ്റ് MCR ദി ഗ്രേറ്റ്. കല്യാൺ സാരീസ്, പട്ടിന്റെ തലസ്ഥാനം, കോയമ്പത്തൂർ, തൃശൂർ, കോഴിക്കോട്, തിരുവനന്തപുരം. മേത്തർ വില്ലാസ് ആൻഡ് അപ്പാർട്ട്മെന്റ്സ്, ദ റിയൽ മേത്തർ ലൈഫ് സ്റ്റൈൽ. ജയലക്ഷ്മി, ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ. ജയലക്ഷ്മി ഇനി കോഴിക്കോടും. കുറച്ചുകാലം അധ്യാപികയായിരുന്നല്ലോ. അതെ. വിദ്യാധിരാജ്. ഞാൻ ആക്ച്വലി ഗ്രാജുവേഷന് പഠിക്കുന്ന സമയം തൊട്ട് ഞാൻ അധ്യാപികയായിരുന്നു. ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു കുട്ടികൾക്ക്. ട്യൂട്ടോറിയൽ കോളേജിൽ പോയി ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട്. പൈസയ്ക്ക് വേണ്ടിയിട്ട്, എന്നെ ബുക്ക് വാങ്ങിക്കാൻ കാശിന് വേണ്ടി. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എന്തുതരം താല്പര്യമായിരുന്നു? വലിയ താല്പര്യം. ഇല്ല, ഏത് മേഖലയിലായിരുന്നു? എനിക്കെല്ലാം ഇഷ്ടമായി. പ്രത്യേകിച്ച് എനിക്ക് ഷേക്സ്പിയർ ആയിരുന്നു എൻ്റെ. ഷേക്സ്പിയർ ഇപ്പോഴും അതെ എൻ്റെ ആരാധനാ പുരുഷൻ എന്ന് പറയുന്നത് ഷേക്സ്പിയറാണ്. RBI എത്ര കാലം ഉണ്ടായിരുന്നു? RBI കുറച്ച് നാളാണ്. ഞാൻ ജോയിൻ ചെയ്തിട്ട് എൻ്റെ ഒരു 3 മാസത്തേക്ക് ബോംബെയിൽ എന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറായിട്ട് പോസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് വെച്ചിട്ട് എനിക്ക് വൈറൽ ഫീവർ വന്നിട്ട് ഞാൻ നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റിൽ ആശുപത്രി കിടക്കുന്ന സമയത്തായിരുന്നു എനിക്ക് സിവിൽ സർവീസിൻ്റെ റിസൾട്ട് അറിയുന്നത്. അപ്പോഴാണ് ഞാൻ IPS ആണെന്ന് അറിയുന്നതും. IAS പ്രതീക്ഷിച്ചാണ് ഞാൻ എഴുതിയത്. പക്ഷേ IPS ആണെന്ന് അറിഞ്ഞപ്പോൾ റാങ്ക് കുറച്ച് കൂടുതൽ മുകളിലായതുകൊണ്ട് കേരളത്തിൽ വരാം എന്നുള്ളൊരു ഐഡിയ കിട്ടി. പിന്നെ റിസർവ് ബാങ്കിൻ്റെ ശമ്പളത്തിൻ്റെ പകുതിയേ ഉള്ളൂ എന്നറിയാമായിട്ടും ഞാനത് വിട്ടിട്ട് IPS എടുത്തത് അതുകൊണ്ടാണ്. എന്നിട്ട് ചില കാര്യങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താനുണ്ടായി. അല്ലല്ല, ഫസ്റ്റ് IPS ലേഡി IPS ഓഫീസർ ഇൻ കേരള. അതുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ മരിച്ചായിരുന്നു. നാട്ടുകാർക്കും ഇടയിലെ ശ്രീലേഖ IPS കാരി എന്നുള്ള എന്തുതരം സ്വീകരണമായിരുന്നു? വലിയ സ്വീകരണമായിരുന്നു എനിക്ക്. നാട്ടുകാർ ഇരുകൈയും എനിക്ക് അവരുടെ കൈകളെല്ലാം വെച്ച് എന്നെ സ്വീകരിച്ചു. എൻ്റെ വീട്ടുകാരെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടപ്പെട്ടവർ, ദോസ് ഹൂ മാറ്റർ ടു മീ, അവരെന്നെ ഇരുകൈയാലും സ്വീകരിച്ചു, വാമായിട്ട് സ്വീകരിച്ചു. പത്രക്കാർ, മീഡിയ ഗേവ് മീ എ ലോട്ട് ഓഫ് വെൽക്കം. എനിക്ക് ഓർമ്മയുണ്ട്. എന്നെ സ്വീകരിക്കാത്ത ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ആദ്യം, കുറച്ച് മടിയായിരുന്നു. പോലീസ് ഡിപ്പാർട്ട്മെന്റ്. നിങ്ങളുടെ ഈ ട്രെയിനിങ് പ്രോസസ് IPSൻ്റെ അത് കഴിഞ്ഞിട്ട് ആദ്യമായി നിങ്ങൾ ഷുഡ് വർക്ക് ആസ് എൻ SI അങ്ങനെ കണ്ടല്ലോ. വർക്ക് ആസ് എൻ SI ഇൻ ദ സെൻസ് നമ്മുടെ ട്രെയിനിങ് പീരിയഡിൽ താഴോട്ടുള്ള സകല ജോലിയും നമ്മൾ ചെയ്തൊരു എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അതിൽ കോട്ടയത്ത് തന്നെ ASP ആയിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ട്രാഫിക് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്, നൈറ്റ് സ്റ്റേഷൻ സെൻട്രി ചെയ്തിട്ടുണ്ട്, പെട്രോൾ ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഇത് അനുഭവപ്പെട്ടിട്ടുണ്ടോ റെസിസ്റ്റൻസ്? ഉണ്ട്, ഒരു ചെറിയ പരിധി വരെ. കാരണം വളരെ നല്ല ഒരു SP ആയിരുന്നു എന്നെ ട്രെയിൻ ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹം എന്നോടുള്ള പരിഗണന കൊണ്ടായിരിക്കും എന്നോട് പറഞ്ഞു, ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ SHO ആയിട്ട് 3 മാസം ജോലി ചെയ്യേണ്ട സമയത്ത് ഏറ്റുമാനൂർ തന്നെ താമസിക്കേണ്ട, വേണമെങ്കിൽ കോട്ടയം പോലീസ് ക്ലബ്ബിൽ താമസിച്ചുകൊണ്ട് പൊക്കോളൂ, കാരണം പോലീസ് ക്ലബ്ബിലെ സൗകര്യങ്ങൾ കുറച്ചുകൂടെ നല്ലതാണ്. അങ്ങനെ പറഞ്ഞ് ഒരു ഓഫർ തന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട സാർ, ഞാൻ അവിടെ തന്നെ താമസിക്കാമെന്ന്. ഞാനൊരു ASIയുടെ ക്വാർട്ടേഴ്സിലാണ് അന്ന് താമസിച്ചത്. SI ഓൾറെഡി ഉണ്ടായിരുന്നു, അയാൾക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിരുന്നു. ഉള്ള SI ട്രാൻസ്ഫർ ആക്കിയിട്ട് അവിടെയാണ് SI ആക്കുന്നത്. That was a gender discrimination, wasn't it? ഞാൻ 24 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഫേസ് ചെയ്തതുപോലെ ഇപ്പം ആർക്കും അത് അനുഭവിക്കേണ്ടി വരുന്നില്ല. എന്തിനാ, എൻ്റെ ഇമ്മീഡിയറ്റ് ജൂനിയർ ഓഫീസർക്ക് പോലും അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. ഐ എം നോട്ട് വെരി ഷുവർ. പക്ഷേ ഒരു ഫസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ ചെല്ലുമ്പോൾ ഒരുപാട് മുള്ളുകളുണ്ടല്ലോ വഴിയിൽ, അതെല്ലാം നമ്മുടെ കാലിലങ്ങ് പറ്റും. പിന്നെ അതുകൊണ്ട് അടുത്ത് ബാക്കിയുള്ളവർക്കൊന്നും അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈവൻ നൗ ഫോർ മീ ഓൾസോ എനിക്കിപ്പോൾ വലിയ പ്രോബ്ലം ഇല്ല. 10 വർഷം ഉണ്ടായിരുന്നു ആദ്യത്തെ 10 years മേ ബി. 10 വർഷം എന്ന് വേണമെങ്കിൽ ഒരു എക്സാജറേഷനിൽ പറയാം. പക്ഷേ ഇപ്പോൾ എനിക്കൊരു പ്രോബ്ലം ഇല്ല.